സംസ്ഥാന ബിജെപിയുടെ ഏറ്റവും മുതിർന്ന ന്യൂനപക്ഷ മുഖമാണ് ജോർജ് കുര്യൻ. ജനസംഘകാലത്ത് വിദ്യാർത്ഥി മോർച്ചയിലൂടെ കർമ്മരംഗത്ത് സജീവമായ ജോർജ് കുര്യൻ സംഘടനയിൽ പടിപടിയായി ഉയർന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷ പദവി രാജിവെച്ചാണ് കെ സുരേന്ദ്രന്റെ ടീമിൽ ജനറൽ സെക്രട്ടറിയായത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നാണ് ജോർജ് കുര്യൻ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ജനസംഘത്തിലൂടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ജോർജ് കുര്യൻ ഇപ്പോൾ പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമായി അംഗീകരിക്കപ്പെടുന്നു. മോദി മന്ത്രിസഭയിലെ ഏക ക്രിസ്ത്യൻ മന്ത്രിയാണ് കുര്യൻ. മണിപ്പൂർ കലാപത്തിൽ പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ മുന്നിൽ നിന്ന് ചെറുത്തത് കുര്യനായിരുന്നു. കോട്ടയത്ത് വിദ്യാർത്ഥി മോർച്ചയുടെ സജീവ പ്രവർത്തകനായി തുടക്കം, പിന്നീട് യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, ജോർജ് കുര്യൻ എന്നിവർ മുഴുവൻ സമയ പ്രവർത്തനത്തിനിറങ്ങുന്നത് ഒരേ കാലത്താണ്. പ്രമോദ് മഹാജൻ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായപ്പോൾ കുര്യൻ ദേശീയ ഭാരവാഹിയായി. 2004 പി.എസ്. ശ്രീധരൻപിള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി. വാജ്പേയി മന്ത്രിസഭയിൽ ഒ. രാജഗോപാൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലും കുര്യൻ ഭാഗമായി. പിന്നീട് സംസ്ഥാന ഉപാധ്യക്ഷ പദത്തിലെത്തി. വി. മുരളീധരന്റെയും കുമ്മനം രാജശേഖരന്റെയും ടീമിൽ ഉപാധ്യക്ഷനായി തുടർന്നു. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ കമ്മീഷൻ ഉപാധ്യക്ഷ പദം രാജിവെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുത്തു. ബി.ജെ.പി. സംസ്ഥാന ഓഫീസിന്റെയും മാധ്യമ മേഖലയുടെയും ചുമതല കുര്യനായിരുന്നു. സംസ്ഥാന ബി.ജെ.പിയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേതൃത്വത്തിലേക്ക് ഒഴുകിയപ്പോഴും ജോർജ് കുര്യനെ പാർട്ടി തടഞ്ഞില്ല. വി. മുരളീധരന്റെ അകമഴിഞ്ഞ പിന്തുണ കുര്യനുണ്ട്. ഒപ്പം മറ്റു നേതാക്കൾക്കും കുര്യൻ സ്വീകാര്യനാണ്. പുതുമുഖങ്ങൾ ഒഴുകിയെത്തുമ്പോൾ പാർട്ടിക്കായി അധ്വാനിച്ചവരെ പരിഗണിച്ചതിലുള്ള സന്തോഷവും പ്രവർത്തകർക്കുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.